ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1994 വർഷത്തിൽ നടൻ ശ്രീനിവാസൻ അഭിനയിച്ച ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. നായകനായും സഹനടനായും കോമഡിക്ക് വേറൊരു മാനം നൽകിയ നടനായിരുന്നു ശ്രീനിവാസൻ. 94 ആകെ 7 ചിത്രങ്ങളിലാണ് ശ്രീനിവാസൻ അഭിനയിച്ചത്. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. അതിനു മുന്നേ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 94 ശ്രീനിവാസൻ അഭിനയിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു ഫെബ്രുവരി 4 തിയേറ്ററുകളിലെത്തിയ വാരഫലം. മുകേഷിന്റെ കൂടെ ശ്രീനിവാസനും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച കോമഡി ഡ്രാമ ചിത്രമായിരുന്നു വാരഫലം. മുകേഷും ശ്രീനിവാസനും ബധിരനും അന്ധനുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ തിലകൻ, മാധു, അഞ്ജു, ജഗതി ശ്രീകുമാർ, പറവൂർ ഭരതൻ, ജനാർദ്ദനൻ, മാമുക്കോയ തുടങ്ങി നിരവധി ഹാസ്യതാരങ്ങൾ അണിനിരന്നിരുന്നു. താഹ സംവിധാനം ചെയ്ത ഈ ചിത്രം കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകി. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ തരക്കേടില്ലാത്ത കളക്ഷൻ നേടി ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു വാരഫലം. മുകേഷ്, ശ്രീനിവാസൻ, ജഗതി എന്നിവരുടെ ഹാസ്യരംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ ചിത്രത്തിന്റെ കഥാതിരക്കഥാ സംഭാഷണം ഒരുക്കിയത് ബി ജയചന്ദ്രനാണ്. റിസാന ആർട്സ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം SP വെങ്കടേഷാണ് നിർവഹിച്ചത്. 94 ശ്രീനിവാസന്റെ രണ്ടാമത്തെ ചിത്രമായിരുന്നു ഫെബ്രുവരി 4 തന്നെ തിയേറ്ററുകളിലെത്തിയ മോഹൻലാലിന്റെ പവിത്രം. ഈ ചിത്രത്തിൽ ശ്രീനിവാസൻ മോഹൻലാലിന്റെ ചേട്ടനായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. കോമഡി ട്രാക്കിൽ നിന്ന് മാറി വളരെ സീരിയസ് ആയ ഒരു കഥാപാത്രത്തെയായിരുന്നു ശ്രീനിവാസൻ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. വിശുദ്ധി ക്രിയേഷൻസിന്റെ ബാനറിൽ രാജീവ് കുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം മോഹൻലാൽ എന്ന അഭിനേതാവിന് ഒരുപാട് പ്രശസ്തി നേടിക്കൊടുത്ത ചിത്രമായിരുന്നു. ഈ ബാലചന്ദ്രൻ തിരക്കഥയൊരുക്കിയ ഈ ചിത്രം വളരെ മികച്ച ഒരു കുടുംബ ചിത്രമായിരുന്നിട്ട് കൂടി ബോക്സ് ഓഫീസിൽ ചിത്രം വേണ്ടത്ര വിജയിച്ചില്ല. ശരത്തായിരുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ശോഭന നായികയായിരുന്ന ഈ ചിത്രത്തിൽ വിന്ദുജ മേനോനും അതിപ്രധാനമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. 94 ശ്രീനിവാസൻ അഭിനയിച്ച മൂന്നാമത്തെ ചിത്രമായിരുന്നു മാർച്ച് 3 തിയേറ്ററുകളിലെത്തിയ ഭാഗ്യവാൻ. ശ്രീനിവാസൻ നായകനായി എത്തിയ ഈ ചിത്രം സുരേഷ് ഉണ്ണിത്താനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഒരു ഫാമിലി എന്റർടൈനർ ആയിരുന്നു ഭാഗ്യവാൻ. അലബ്യ ലബ്യശ്രീ എന്ന അപൂർവ യോഗമുള്ള ഒരു കഥാപാത്രത്തെയായിരുന്നു ശ്രീനിവാസൻ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. സിതാര നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, വിജയരാഘവൻ, സുചിത്ര, സുധാകരൻ, നരേന്ദ്ര പ്രസാദ് തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. ഒയാസിസ് ഫിലിംസ് നിർമ്മിച്ച ഭാഗ്യവാൻ കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകിയെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശോഭിച്ചില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു ഭാഗ്യവാൻ. C രാധാകൃഷ്ണൻ രചന നിർവഹിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ജോൺസൺ ആയിരുന്നു നിർവഹിച്ചിരുന്നത്. 94 ശ്രീനിവാസൻ അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു മെയ് 13 തിയേറ്ററുകളിലെത്തിയ മോഹൻലാലിന്റെ തേന്മാവിൻ കൊമ്പത്ത്. ഈ ചിത്രത്തിൽ ശ്രീനിവാസൻ വളരെ വ്യത്യസ്തമായൊരു വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. അപ്പക്കാള എന്ന കഥാപാത്രമായി നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രത്തെയായിരുന്നു ശ്രീനിവാസൻ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. പ്രസിദ്ധി ക്രിയേഷൻസിന്റെ ബാനറിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ചിത്രം മോഹൻലാലിന്റെ അനായാസമായ തനത് ശൈലിയിലൊരുക്കിയ കോമഡി ഫാമിലി സെന്റിമെന്റ് മോഡിലുള്ള പ്രിയദർശന്റെ ട്രേഡ് മാർക്ക് ചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവിധ കളക്ഷൻ റെക്കോർഡുകളും തകർത്തെറിഞ്ഞ് 94 തന്നെ ഏറ്റവും വലിയ വിജയമായി മാറുകയായിരുന്നു തേന്മാവിൻ കൊമ്പത്ത്. ശോഭന നായികയെ അഭിനയിച്ച ഈ ചിത്രത്തിൽ നെടുമുടി വേണു, കവിയൂർ പൊന്നമ്മ, സോണിയ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. ബേണി ഇഗ്നേഷ്യസ് ഒരുക്കിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ചിത്രത്തിന്റെ വിജയത്തിന് നൽകിയ സംഭാവന ചെറുതല്ല. 94 ശ്രീനിവാസൻ അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 15 തിയേറ്ററുകളിലെത്തിയ കിന്നരി പുഴയോരം. ഹരിദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സിദ്ദിഖ്, ശ്രീനിവാസൻ എന്നിവരായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രത്തിൽ ശ്രീനിവാസൻ ഒരു മുറിവൈദ്യനായിട്ടായിരുന്നു അഭിനയിച്ചത്. അനുഗ്രഹ സിനിയാർട്സിന്റെ ബാനറിൽ VBK മേനോൻ നിർമ്മിച്ച് ഗിരീഷ് പുത്തഞ്ചേരി തിരക്കഥയൊരുക്കിയ ഈ ചിത്രത്തിന്റെ സംഗീതം MG രാധാകൃഷ്ണനായിരുന്നു നിർവഹിച്ചിരുന്നത്. ദേവയാനി നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, തിലകൻ, ജനാർദ്ദനൻ, KPS ലളിത, കൊച്ചിൻ ഹരീഫ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കിന്നരി പുഴയോരം 94 ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രം കൂടിയായിരുന്നു.
94-ൽ ശ്രീനിവാസൻ അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു നവംബർ 11 തിയേറ്ററുകളിലെത്തിയ ഫാസിലിന്റെ മാനത്തെ വെള്ളിത്തേര്. ശ്രീനിവാസൻ ഈ ചിത്രത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. മണിച്ചിത്രത്താഴിന്റെ കഥാതന്തുവുമായി നേരിയ സാമ്യമുള്ള ഈ ചിത്രം എന്നാൽ പ്രേക്ഷകർക്ക് വേണ്ട രീതിയിൽ സംതൃപ്തി നൽകിയില്ല. ശോഭന, വിനീത് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം നല്ല ഇനീഷ്യൽ നേടിയെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള വാരങ്ങളിൽ അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും സാമ്പത്തികമായി ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു മാനത്തെ വെള്ളിത്തേര്. ഖൈസ് പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് ഫാസിൽ തന്നെ രചന നിർവഹിച്ച ഈ ചിത്രത്തിൽ മുകേഷ്, ലാലു അലക്സ്, ലക്ഷ്മി, NF വർഗീസ്, ശ്രീരാമൻ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. വിനീത് കരിയറിലെ തന്നെ മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ജോൺസൺ ആയിരുന്നു നിർവഹിച്ചിരുന്നത്. 94-ൽ ശ്രീനിവാസൻ അഭിനയിച്ച അവസാനത്തെ ചിത്രമായിരുന്നു നവംബർ 25 തിയേറ്ററുകളിലെത്തിയ ജയറാമിന്റെ വധു ഡോക്ടറാണ്. ഈ ചിത്രത്തിൽ ജയറാമിന്റെ അളിയന്റെ കഥാപാത്രമായിട്ടായിരുന്നു ശ്രീനിവാസൻ എത്തിയത്. KK ഹരിദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം മികച്ചൊരു കോമഡി ഫാമിലി എന്റർടൈനർ ആയിരുന്നു. ഏറെ നാളുകൾക്ക് ശേഷം നദിയ മൊയ്തു മലയാളത്തിൽ നായികയായി എത്തിയ ഈ ചിത്രം ജയറാമിന്റെയും ശ്രീനിവാസന്റെയും ജഗതിയുടെയും മികച്ച ഹാസ്യരംഗങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. രഘുനാഥ് പല്ലേരി തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം കുടുംബ പ്രേക്ഷകർക്കും ഏറെ ഇഷ്ടപ്പെട്ടെങ്കിലും ബോക്സ് ഓഫീസിൽ അത് അർഹിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല. നവംബർ അവസാനം ക്രിസ്മസ് പരീക്ഷാ സീസണിൽ റിലീസ് ചെയ്തതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന് ആവറേജ് വിജയം മാത്രമേ അതുകൊണ്ട് നേടാൻ കഴിഞ്ഞുള്ളൂ. പൂയപ്പള്ളി ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ ഒടുവിലുണ്ണികൃഷ്ണൻ, KPAC ലളിത, മാള, മാമുക്കോയ, ഉഷ, ബോബി കൊട്ടാരക്കര തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കണ്ണൂർ രാജൻ സംഗീത സംവിധാനം നിർവഹിച്ച മനോഹരമായ ഗാനങ്ങൾ ചിത്രത്തിന് മുതൽക്കൂട്ടായി. ആകെ സമ്മർ നോക്കുമ്പോൾ 94-ൽ ശ്രീനിവാസൻ അഭിനയിച്ച ചിത്രങ്ങളിൽ 2 ചിത്രങ്ങൾ മോഹൻലാലിന്റെ കൂടെയായിരുന്നു. 2 ചിത്രങ്ങളിൽ മുകേഷ് അഭിനയിച്ചപ്പോൾ 1 ചിത്രത്തിൽ ജയറാം അഭിനയിച്ചു. ഇത്രയുമാണ് 1994-ൽ ശ്രീനിവാസൻ അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.